സർ ഇന്നത്തെ എപ്പിസോഡ് 3 ദിവസം റിപ്പീറ്റ് ചെയ്ത് മൺഡേ എപ്പിസോഡ് നന്നായി ബിൽഡപ്പ് ചെയ്യാം. സാറിനെ കാണാനായി ഒരാൾ വന്നിട്ടുണ്ട്. ഓ ഇപ്പൊ തന്നെ ലേറ്റായി, പിന്നെ വരാൻ പറ. അയാള് വല്ലാതെ നിർബന്ധം പിടിക്കുന്നുണ്ട്. നമുക്ക് മൺഡേ കാണാന്ന് പറ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ സർ. ഓക്കെ സർ, ഗുഡ് നൈറ്റ്. ആരത്? വാ നോക്കാം. പ്ലീസ് പ്ലീസ് ഐ വാണ്ട് ടു ടോക്ക്. പറയുന്നത് കേൾക്കൂ സർ, പ്ലീസ്. മിസ്റ്റർ പവർ സ്റ്റാർ പുനീത് രാജ്കുമാർ, പ്ലീസ് എനിക്ക് 2 മിനിറ്റ് സംസാരിക്കണം, അത്രേ ഉള്ളൂ. സർ ഇയാളാണ് സർ നേരത്തെ കാണണമെന്ന് പറഞ്ഞത്. പ്ലീസ് സർ. ഓക്കെ, വരാൻ പറ. മിസ്റ്റർ മഹാദേവ് മേനോൻ, പറയൂ, എന്താണ് എന്നോട് പറയാനുള്ളത്? താങ്ക് യു ഫോർ ദിസ് മീറ്റിംഗ് സർ. ഞാൻ DRDOയിലെ കെമിക്കൽ എഞ്ചിനീയറാണ് സർ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ബോംബുകളും മിസൈലുകളും ഡെവലപ്പ് ചെയ്യുന്നതിനായി ഞാനും എൻ്റെ ടീമും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സർ. ഓ, നിങ്ങളൊരു സയന്റിസ്റ്റ് ആണോ? അങ്ങനെയും പറയാം. കഴിഞ്ഞ 15 വർഷമായി ഞാനതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. പറയൂ സാർ, ബോംബ് ഡിസൈൻ ചെയ്യുന്ന സയന്റിസ്റ്റിന് എൻ്റെ അടുത്ത് എന്താ അർജൻറ്റായിട്ട് പറയാനുള്ളത്? ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഉണ്ട് സർ. ഇവൻ എൻ്റെ മകനാണ് സർ. ഈസ് എ ഗ്രേറ്റ് ഫാൻ ഓഫ് യേഴ്സ്. ആദ്യം മുതലുള്ള നിങ്ങളുടെ എല്ലാ ഫിലിംസും അവൻ കണ്ടിട്ടുണ്ട്. എല്ലാ സിനിമകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ച സിനിമകളടക്കം. താങ്ക് യു. നിങ്ങളുടെ മകൻ കൂടെ വന്നിട്ടുണ്ടോ? ഇല്ല സർ, അവനിവിടെ വന്നിട്ടില്ല. അവന് വരാനാകില്ല. അവൻ മരിച്ചുപോയി. ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. അവന് എന്താ സംഭവിച്ചത്? പറയാം സർ. നിങ്ങൾ ഏത് കുട്ടിയാണോ ജീനിയസ് എന്നും സമൂഹത്തിൻ്റെ അന്യായത്തിൽ അകപ്പെട്ടവനെന്നും അനാഥനെന്നൊക്കെ പറഞ്ഞ് കോടിപതിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സിദ്ധാർത്ഥനാണ് എൻ്റെ മകനെ കൊലപ്പെടുത്തിയത്. ഹൗ ക്യാൻ യു ഡു ദിസ്? എന്താ നിങ്ങളെപ്പോലുള്ളവർ, സമൂഹത്തിന് നല്ലത് മാത്രം ചെയ്യണമെന്ന് പറയുന്നവർ, എന്തിനാണ് ഇങ്ങനെയുള്ള പാപികളെ സഹായിക്കുന്നത്? അല്ല, അത് പിന്നെ എന്താണ് സാർ ഇത്? ഇപ്പൊ ഗണ്ണും പെന്നും ഡയലോഗും ഒന്നും ഓർമ്മ വരുന്നില്ലേ സർ? ഇറ്റ്സ് എ ബിഗ് റാക്കറ്റ്. കുട്ടികളെ കണ്ടെത്തി കിഡ്നാപ്പ് ചെയ്ത് പണം മേടിക്കുക. ഒരുപക്ഷെ പണം കൊടുക്കാതെ വന്നാൽ വേറെ ആവശ്യങ്ങൾക്കായി അവരെ ഉപയോഗിക്കും. ഈ കുട്ടി പിന്നെ അവൻ്റെ ഫ്രണ്ട്സ്, ദേ കിഡ്നാപ്പ് മൈ സൺ ആൻഡ് ദേ കിൽഡ് ഹിം വെൻ ഹി റെസിസ്റ്റഡ്. ഈ കുട്ടികളുടെ ഗ്യാങ്ങിനെ ഒരു റൗഡിയാണ് നയിക്കുന്നത്. ആൻഡ് ഗസ് വാട്ട്? അവൻ ഇപ്പോഴത്തെ ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. ഈ കുട്ടിയെ പിടിച്ചപ്പോൾ അവൻ ആ കാളപ്രതാപൻ്റെ പേര് പറഞ്ഞതാ. എന്നാൽ അതിനുശേഷം അവൻ കള്ളം പറഞ്ഞു. ഞങ്ങൾ 4 കുട്ടികൾ ചേർന്നാണ് അവനെ കിഡ്നാപ്പ് ചെയ്തതെന്ന്. I went to the police station, but there was no evidence against his. And guess what? Because these rascals are juvenile. അവർക്ക് 18 വയസ്സ് തികയാത്തതുകൊണ്ട് മാക്സിമം ലഭിക്കാവുന്ന ശിക്ഷ 3 വർഷമാണ്. വെറും 3 വർഷം. എൻ്റെ മകനെ കൊന്നവർ 3 വർഷത്തിനകം വെളിയിൽ വരും. ആ ദുഷ്ടൻ കാളപ്രതാപൻ ഇപ്പൊ മത്സരിക്കുന്നു. പിന്നെ ഈ കുട്ടി സിദ്ധാർത്ഥൻ ഒരു സ്റ്റാർ ആകുന്നു. നിങ്ങൾ ഒരു അച്ഛനാണല്ലോ, പറയൂ, ഇത് ന്യായമാണോ? The quantum of justice was so low that it was injustice. എന്നാൽ പോലും ഞാനും എൻ്റെ ഭാര്യയും ആ ദുഃഖം മറക്കാൻ ശ്രമിച്ചു. ഞങ്ങളുടെ മകനെ കൊന്നവർക്ക് ചെറുതാണെങ്കിൽ പോലും ശിക്ഷ ലഭിച്ചല്ലോ. എന്നാൽ നിങ്ങളിപ്പോൾ എൻ്റെ മകനെ കൊന്നവനായിട്ടും ഒരു ക്രിമിനലായിട്ടും he is winning 50 lakhs. അവന് ബുദ്ധിയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അവന് ഹൃദയമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും? മഹാദേവ് സാർ, ഐ ഡിഡ്ന്റ് ഡിക്ലെയർ എനിത്തിങ്. സാർ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇങ്ങനെയാ കൊന്നത് എൻ്റെ മകനെ. ഈ 2 ഫോട്ടോയെ നോക്ക് സാർ. ഐ ബെഗ് യു സർ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, പ്ലീസ് എൻ്റെ മകൻ്റെ മരണത്തെ അപമാനിക്കരുത്. ഡോണ്ട് ഇൻസൾട്ട് മൈ സൺസ് ഡെത്ത്. പലരും എൻ്റെ മകനോട് ചോദിച്ചിട്ടുണ്ട്,
വലുതാകുമ്പോൾ നിനക്ക് ആരാകണമെന്ന്. ഹി ഓൾവേസ് സെഡ് ഞാൻ പുനീത് രാജ്കുമാർ ആകുമെന്ന്. ഹി നെവർ സെഡ് ഞാനൊരു ഹീറോ ആകുമെന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആകുമെന്ന്. ഹി ഓൾവേസ് സെഡ് ഞാനൊരു പുനീത് രാജ്കുമാർ ആകുമെന്ന്. ദാറ്റ് മീൻസ് സംതിങ്. അവരെത്ര മുഖംമൂടി അണിഞ്ഞാലും അവരുടെ ഉള്ളിൽ ക്രൂരതയുണ്ട്. ഈ കുട്ടി ജയിക്കാൻ പാടില്ല. പ്ലീസ് ഡോണ്ട് പ്രൂവ് ടു മീ ദാറ്റ് ദർ ഇസ് നോ ഗോഡ് ആൻഡ് നോ ജസ്റ്റിസ്. നിങ്ങൾ അവൻ നേടിയ പണമൊക്കെ ക്യാൻസൽ ചെയ്തേ പറ്റൂ. ആ കുട്ടി ജയിക്കാൻ പാടില്ല. മഹാദേവ് സാർ, ഐ എം സോറി. എനിക്കങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം. How can you say that? ഇത് നിങ്ങളുടെ നമ്പറല്ലേ? ഞാൻ പിന്നീട് കോൺടാക്ട് ഹേയ്, എന്തിന്? He actually believed that നിങ്ങൾ എൻ്റെ മകന്റെ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന്. അശ്രുതമാം ശ്രുതിയിൽ നിങ്ങൾ ലോകത്തിന് മുന്നിൽ വളരെ വലിയവനായിരിക്കാം, പക്ഷേ ഈ അച്ഛന്റെ മുന്നിൽ തീരെ നിസ്സാരനായി പോയി. ഈ കുരൽ നീ കേൾക്കൂ, തളരാതെ സ്വരമാ